അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസിയാണേ. നമ്മുടെ മാതാപിതാക്കൾ എന്താണ് പിന്തുടർന്നത്, എന്താണ് പിന്തുടരേണ്ടത് എന്ന ഈ സംവാദമാണ് പ്രസക്തമായ ഈ ചോദ്യത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നത്. ആ ചോദ്യം മറ്റൊന്നുമല്ല, പാൽ തിളപ്പിക്കണോ വേണ്ടായോ. നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ പാനീയമായ പാൽ തിളപ്പിക്കുകയോ തിളപ്പിക്കാതിരിക്കുകയോ ചെയ്യുക എന്നത് ആശയക്കുഴപ്പം നമ്മളിൽ പലരിലും കടന്നുപോയിട്ടുണ്ടാകാം. ഓരോ രണ്ടാം ദിവസവും പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നതിനാൽ നമ്മുടെ പുരാതന ആചാരങ്ങൾ ഉപേക്ഷിക്കുന്നത് നമുക്ക് ഭയമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ശീലം വിടാൻ മലയാളികൾ ഒരുക്കമല്ല. പാക്കറ്റ് പാൽ തിളപ്പിക്കുന്നതിന് മുമ്പ് ഇക്കാര്യം അറിഞ്ഞിരിക്കണം. പാക്കറ്റ് പാൽ ആണെങ്കിൽ പോലും തിളപ്പിക്കാതെ കുടിച്ചാൽ അതൊരു മനസമാധാനക്കേടാണ്. മുൻകാലങ്ങളിൽ പ്രാദേശികമായി ലഭിച്ചിരുന്ന പാലിൽ ധാരാളം ബാക്ടീരിയകളും സൂക്ഷ്മജീവികളും അടങ്ങിയിരുന്നു. ഇവയെ നിർവീര്യമാക്കാൻ പാല് തിളപ്പിക്കേണ്ടത് അനിവാര്യവുമായിരുന്നു. എന്നാൽ ഇന്ന് പാക്കറ്റ് പാലുകളാണ് മിക്ക ആളുകളും ആശ്രയിക്കുന്നത്. പാസ്ചറൈസേഷൻ ചെയ്തു വരുന്ന പാക്കറ്റ് പാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എന്താണ് പാസ്ചറൈസേഷൻ? 19ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച ഒരു രീതി. പാസ്ചറൈസേഷനിൽ പാൽ വളരെ ഉയർന്ന താപനിലയിൽ ചൂടാക്കുകയും പാക്കേജിങ്ങിലോ ബോട്ടിലിങ്ങിലോ പോകുന്നതിന് മുമ്പ് വേഗത്തിൽ തണുപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പാൽ ഫ്രഷ് ആയി നിലനിർത്താൻ സഹായിക്കുന്നു. നമുക്ക് ദോഷകരമായേക്കാവുന്ന പാലിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ഏറ്റവും മികച്ചതാണ് പാസ്ചറൈസേഷൻ രീതി. സാൽമോണല്ല പോലുള്ള അപകടകരമായ ബാക്ടീരിയകൾ ഒന്നിലധികം വിധത്തിൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. പാൽ 161.6 ഫാരൻഹീറ്റ് വരെ 15 സെക്കൻഡ് ചൂടാക്കി ഉടൻ തണുപ്പിക്കുന്നു. ഈ പ്രക്രിയയെ ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷൻ എന്ന് വിളിക്കുന്നു. ഇത് ഇന്ത്യയിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണകരമായ ഒരു രീതിയാണ്. ഏവിയൻ ബ്ലൂ വൈറസ്, മൈക്രോബാക്ടീരിയ, ഈകോളൈ, കോക്സില്ല, ലിസ്റ്റീരിയ എന്നിവ ഉൾപ്പെടെയുള്ള മാരകകരമായ ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കാൻ ഒരു നിശ്ചിത സമയത്തേക്ക് ഉയർന്ന താപനിലയിൽ പാൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് പാസ്ചറൈസേഷൻ. പാക്ക് ചെയ്ത പാൽ ആദ്യം തന്നെ പാസ്ചറൈസ് ചെയ്തതാണ്. ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കാനും പാലിന്റെ ആയുസ് വർദ്ധിപ്പിക്കാനും ഈ പ്രക്രിയ സഹായിക്കുന്നു. ആയതിനാൽ ശരിയായി സംഭരിച്ച പാക്ക് ചെയ്ത പാസ്ചറൈസ്ഡ് പാൽ തിളപ്പിക്കാതെ നേരിട്ട് കുടിക്കുന്നത് സുരക്ഷിതമാണ്. ഈ പാൽ വീണ്ടും തിളപ്പിച്ചാലും പ്രത്യേകിച്ച് ഗുണമൊന്നും ലഭിക്കില്ലെന്ന് മാത്രമല്ല, പാലിന്റെ പോഷക ഗുണങ്ങൾ കുറയ്ക്കാനും ഇത് കാരണമാകും. പാസ്ചറൈസ് ചെയ്ത പാൽ 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനിലയിൽ 15 മിനിറ്റിനകം തിളപ്പിക്കുമ്പോൾ വൈറ്റമിൻ ബി, B3, B6, ഫോളിക് ആസിഡ് എന്നിവ പോലെയുള്ള പല വിറ്റമിനുകളും ധാതുക്കളുടെയും അളവ് കുറയുകയും ചെയ്യുന്നു. കൂടുതൽ നേരം തിളപ്പിച്ച വൈറ്റമിൻ ഡിയുടെ അളവും കുറയും. ഇത് കാൽസ്യം ആഗിരണം ചെയ്ത് കുറയ്ക്കാൻ ഇടയാകും. അതല്ല, പാൽ ചൂടോടെ കുടിക്കണമെന്ന് നിർബന്ധമുള്ളവർ പാൽ ചൂടാക്കി മാത്രം കുടിക്കാം, തിളപ്പിക്കേണ്ടതുമില്ല. പലതരത്തിലുള്ള പാൽ ഉപയോഗിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം വിപണിയിൽ പലതരത്തിലുള്ള പാലുകൾ ലഭ്യമാണ്, കൊഴുപ്പ് കൂടിയതും കുറഞ്ഞതും. കൊഴുപ്പ് കുറഞ്ഞ പാൽ മിതമായ രീതിയിൽ മാത്രം ചൂടാക്കൂ. ഇത് പാലിലടങ്ങിയ പ്രോട്ടീൻ നഷ്ടമാകാതെ സംരക്ഷിക്കും. ആൽമണ്ട് മിൽക്ക്, സോയ മിൽക്ക് എന്നിവ തിളപ്പിക്കാൻ പാടില്ല. ചൂടാകുന്നത് പാലിന്റെ പോഷക ഗുണവും രുചിയും നഷ്ടമാകാൻ കാരണമാകും. ലാക്ടോസ് നിർജീവമായ പാൽ ചെറുതായി തിളപ്പിക്കുന്നത് നല്ലതാണ്. ഇത് ലാക്ടോസ് എൻസൈമുകൾ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രൊഫസർ സൗരഭ് ഗുപ്ത പറയുന്നു, പാസ്ചറൈസേഷൻ സമയത്ത് പാൽ ഇത്രയും ഉയർന്ന താപനിലയിൽ ചൂടാക്കുമ്പോൾ അതിന്റെ സെൽഫ് ലൈഫ് ഞങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. നമ്മൾ ഈ പാൽ കൂടുതൽ തിളപ്പിച്ചാൽ ഇതിന്റെ സെൽഫ് ആയുസ് കുറയും. ഫുഡ് സേഫ്റ്റി ഹെൽപ്പ് ലൈൻ .com സ്ഥാപകൻ ഡോക്ടർ സൗരഭ് അറോറയുടെ അഭിപ്രായത്തിൽ പാസ്ചറൈസേഷൻ ചെയ്ത പാൽ തിളപ്പിക്കേണ്ടതേയില്ല. പാസ്ചറൈസേഷൻ സമയത്ത് ഇതിനകം ചൂട് ചികിത്സ നൽകിയിട്ടുള്ളതിനാൽ പാൽ സൂക്ഷ്മാണുക്കൾ ഇല്ലാത്തതാണ്. ആയതിനാൽ ഈ പാൽ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതാണ് ആളുകൾ ആദ്യം ഡയറി പാൽ തിളപ്പിക്കാൻ തുടങ്ങിയത്. പുതിയതായി പാക്ക് ചെയ്ത് പാസ്ചറൈസ് ചെയ്ത പാൽ ഇപ്പോൾ ധാരാളം വൈറ്റമിനുകളും അധിക ഗുണങ്ങളാൽ ഉറച്ചിരിക്കുന്നു. പാസ്ചറൈസ് ചെയ്ത പാൽ തിളപ്പിച്ചാൽ അതിന്റെ പോഷക മൂല്യം കുറയും. ഇതൊരു വ്യാവസായിക തലത്തിൽ ചെയ്യുമ്പോൾ ഈ പ്രക്രിയയെ ഫ്ലാഷ് പാസ്ചറൈസേഷൻ എന്ന് വിളിക്കുന്നു. ഇത് പാലിന്റെ മൊത്തത്തിലുള്ള അപചയം കുറയ്ക്കുന്നു. എന്നാൽ നമ്മൾ ഇതേ പാൽ വീട്ടിൽ തിളപ്പിക്കുമ്പോൾ അതിന്റെ പോഷക മൂല്യം ഞങ്ങൾ ഇല്ലാതെയാക്കുന്നു. കാരണം ഞങ്ങൾ ഇത് കുറഞ്ഞ താപനിലയിൽ ദീർഘനേരം ചെയ്യുന്നു. ഇത് താപനഷ്ട ഫലത്തിന് കാരണമാകുന്നു. പാസ്ചറൈസ് ചെയ്ത പാൽ പോലും തിളപ്പിക്കുക എന്ന തെറ്റായ ധാരണ 2 കാരണങ്ങളാണ്. ഒന്നാമതായി, ഇത് നമ്മുടെ സിസ്റ്റത്തിൽ അന്തർനിർമ്മിതമായതിനാൽ ടെട്രോ പാക്കിൽ നിന്നോ പ്ലാസ്റ്റിക് പാക്കിൽ നിന്നോ പാൽ നേരിട്ട് കഴിക്കുന്നത് പലർക്കും ശരിയല്ലെന്ന് തോന്നുന്നില്ല. രണ്ടാമതായി, ഇത് തെറ്റായി വിശ്വസിക്കപ്പെട്ടിരിക്കുന്നു. തിളപ്പിച്ച പാലിൽ ഷെൽഫ് ആയുസ് കൂടുതലാണ്.
പാസ്ചറൈസ് ചെയ്ത് പാൽ 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെ 7 ദിവസമെങ്കിലും സൂക്ഷിക്കാം. നിങ്ങൾ ഈ പാൽ തിളപ്പിച്ചാൽ ഈ കാലയളവ് കുറയുകയുള്ളൂ. ലളിതമായ പാസ്ചറൈസ്ഡ് പാക്കറ്റ് പാലിന്റെയോ ടെട്രോ പാക്കറ്റ് പാലിന്റെയും പോഷക മൂല്യം താരതമ്യപ്പെടുത്താവുന്നതാണ്. ഇവ തിളപ്പിച്ചാൽ ഇവയുടെ പോഷക മൂല്യത്തിന് കേടുപാടുകൾ സംഭവിക്കുകയുള്ളൂ. ഭക്ഷ്യശാസ്ത്ര സാങ്കേതിക വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനിൽകുമാർ പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.